അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് ഫ്രണ്ട്സ്, ഗരം മസാലയുടെ ഈദ് വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ബലി പെരുന്നാളിന്റെ ചെറിയൊരു ബ്ലോഗാണിത്. ബ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ബലി പെരുന്നാളിന്റെ തലേ ദിവസത്തെ പ്രിപ്പറേഷൻസും അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരവും ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതും കസിന്റെ വീട്ടിൽ വിസിറ്റ് ചെയ്തതും മോൾട്ടിയുടെ പാട്ടും എല്ലാം അടങ്ങിയതാണ് ഈ വ്ലോഗ്. നമുക്ക് വ്ലോഗിലോട്ട് പോകാം. പെരുന്നാളിന്റെ തലേ ദിവസം രാത്രിയാണ്. ഇത് ഡിന്നറാണ്. ഞാൻ ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എന്റെ ഡിന്നർ കുറച്ച് കുക്കുംബർ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെണ്ടയ്ക്ക തോരൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കൂടെ മുട്ടയാണ്. മുട്ട ബോയിൽ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിനെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നാളേക്കുള്ള പ്രിപ്പറേഷൻ ആണ്. ഈദ്ഗാഹിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കണം. നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഈദൊന്നും ആഘോഷിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഡ്രസ്സൊന്നും വാങ്ങിച്ചിട്ടില്ല. പെരുന്നാൾ നമസ്കാരം അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഒന്ന് ഒത്തുചേരുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഒരു പെരുന്നാൾ ആഘോഷമൊന്നുമില്ല. ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ ലഞ്ചിനാണ് എല്ലാവരും ഒത്തുചേരുന്നത്. ഞങ്ങളുടെ ഫാമിലിയിലെ 5 വീടുകൾ ഒന്നിച്ചാണ് ഇവിടെ ഉള്ളത്. ഈ 5 വീട്ടിലെയും മെമ്പേഴ്സ് എല്ലാം കൂടെ പെരുന്നാളിന് ഉച്ചയ്ക്ക് ഒത്തുചേരും. അത് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തലേന്ന് തന്നെ ചെയ്തു വെക്കണം. വെജിറ്റബിൾസ് എല്ലാം പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബിരിയാണിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസും ബാക്കിയുള്ള ഐറ്റംസും എല്ലാം പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോത്ത് ബിരിയാണിയാണ്. പോത്തെല്ലാം തലേന്ന് തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇവയെല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ബിരിയാണി കഴിക്കാത്തവർക്ക് ചോറും കറിയും തയ്യാറാക്കുന്നുണ്ട്. ചോറിന്റെ കൂടെ തന്നെ കുമ്പളങ്ങ കറിയാണ് തയ്യാറാക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ പയറ് തോരനുമാണ് ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾസ് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫിനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബീഫിനെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. 2 പ്രഷർ കുക്കറിലായിട്ടാണ് ഈ ബീഫിനെ വേവിച്ചെടുക്കുന്നത്. ബീഫിനെ ഇപ്പോൾ വേവിച്ചെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. മസാലയെല്ലാം തയ്യാറാക്കുന്നത് നാളെ രാവിലെയാണ്. ഇത് ചിക്കനാണ്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചിക്കനെയും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. തലേന്നത്തെ പ്രിപ്പറേഷൻസ് എല്ലാം തീർന്നു. ഇനി രാവിലെ ബിരിയാണി തയ്യാറാക്കി എടുക്കണം. റൈസ് മസാല റെഡിയാക്കിയതിനു ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിനെ മസാലയിലോട്ട് ചേർത്ത് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പായസം ഉണ്ടാക്കണം. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം. സഹോദരന്മാർക്കും എൻ്റെ ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ. ഇന്ന് നാം ആഘോഷിക്കുന്നത് ബലി പെരുന്നാളാണ്. ഈ പെരുന്നാളിലെ ഏറ്റവും മുഖ്യമായ കർമ്മം ബലിയാണ്. ഈ ഒരു പെരുന്നാളിന്റെ സന്ദേശമായി നമുക്ക് നമ്മുടെ തിന്മകളെ ഒന്ന് അറുത്ത് മാറ്റാൻ പറ്റുമോ? നമ്മുടെ അഹങ്കാരത്തെ ഒന്ന് ബലി കൊടുക്കുക. നമ്മുടെ അസൂയയെ, നമ്മുടെ കുശുമ്പിനെ, നമ്മുടെ കള്ളുകുടിയെ, നമ്മുടെ പലിശയെ, നമ്മുടെ വ്യഭിചാരത്തെ, നമ്മുടെ കളവ് പറച്ചിലിനെ, നമ്മുടെ നുണയെ, നമ്മുടെ കള്ളത്തരങ്ങളെ, നമ്മുടെ സകല തിന്മകളെയും ബലിയെടുക്കാൻ നമുക്ക് സാധ്യമായാൽ അപ്പോഴാണ് ബലികർമ്മം സാർത്ഥകമാകുന്നത്. സഹോദരങ്ങളെ, വളരെ ചെറിയ ഒരു ജീവിതമാണ് നമുക്കുള്ളത്. അതെപ്പോഴാണ് അവസാനിക്കുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. എത്ര തവണയാണ് നമ്മൾ
ഖബറുകളിലേക്ക് മണ്ണ് വാരി എറിഞ്ഞത് 3 വട്ടം. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. ഈ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ നാം തിരിച്ചുകൊടുന്നു, മടക്കിക്കൊണ്ടുവരുന്നു. ഇനി ഈ മണ്ണിൽ നിന്ന് തന്നെ നിങ്ങളെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം ഓതിക്കൊണ്ടാണല്ലോ മണ്ണറിയാറുള്ളത്. ദുരന്തങ്ങൾ അള്ളാഹ് തരുന്നത് ആളുകൾ വിനീതരാവാനാണ്. ആളുകളുടെ അഹന്തയും ആളുകളുടെ പൊങ്ങച്ചവും ആളുകളുടെ അഹങ്കാരവും അത് ലോകത്ത് വർദ്ധിക്കുമ്പോഴൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിക്കവാറും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദുരന്തങ്ങളൊക്കെ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ഇന്നലെ വരെ സുഖജീവിതം നയിച്ച പലരും ഇന്ന് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. ആയിരക്കണക്കിന് ആളുകൾ കണ്ണുനീര് കൊണ്ടാണെന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത്. കടുത്ത ദുരന്തങ്ങൾ കൊണ്ടുള്ള കണ്ണുനീര്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളൊക്കെ പുതിയ കുപ്പായം പുത്തനോട് കൊടുത്തിട്ട് ഇന്ന് പള്ളിയിൽ വന്ന് പെരുന്നാൾ നമസ്കരിക്കാനും ആഘോഷിക്കാനും നമുക്കിന്ന് ഭാഗ്യമുണ്ടല്ലോ. ഈ ഭാഗ്യം നിലനിർത്തിയിട്ട് നമ്മൾ ആലോചിക്കേണ്ടുന്ന മറ്റൊന്നുണ്ട്. ഈ സൗഭാഗ്യത്തിന് സാഹചര്യമില്ലാതെ പോയ ഒരുപാട് മനുഷ്യന്മാർ. ചിലപ്പോ നമ്മൾ അവർക്ക് വേണ്ടി ഒരു പിരിവെടുക്കും. ഇന്നത് കഴിഞ്ഞാൽ ഒരു പിരിവുണ്ട്, ദുരിതാശ്വാസ ക്യാമ്പിന് വേണ്ടി ഒരു പിരിവുണ്ട്, നമ്മളെന്തെങ്കിലും കൊടുക്കും. പെരുന്നാളിന്റെ പ്രധാനമായിട്ടുള്ള ഭാഗമാണ് പെരുന്നാൾ നമസ്കാരം. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞു. ഇനി ബിരിയാണി റെഡിയാക്കി വെക്കുകയാണ്. തലേ ദിവസം തന്നെ ഞങ്ങൾ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സവാള എല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുക്കിംഗ് എളുപ്പത്തിൽ തന്നെ തീരും. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളെല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട്. ചോറ് കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പയറ് തോരനും കുമ്പളങ്ങ കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സവാള വഴറ്റിയെടുക്കുകയാണ്. ബിരിയാണി മസാലയിലോട്ട് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇവയെല്ലാം ചേർത്ത് വഴറ്റിയെടുത്തതാണ് ഇത്. റൈസ് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് റൈസിനെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇനി വറുത്തെടുത്തിട്ടുള്ള റൈസിലോട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിക്കുകയാണ്. ഇനി ദം ചെയ്തെടുക്കാണ്. ബിരിയാണി മസാലയെ ദം ചെയ്തെടുക്കുന്ന പാനിന്റെ അടിയിലായിട്ട് സ്പ്രെഡ് ചെയ്യാണ്. 2-3 ലെയർ ആയിട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. ഇതിന്റെ മുകളിലായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള റൈസ് സ്പ്രെഡ് ചെയ്തെടുക്കാണ്. ഇതിന് മുകളിലായിട്ട് ഗരം മസാല പൗഡർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട്സ്, റൈസൻസ്, അതുപോലെ തന്നെ സവാള ഇവയെല്ലാം സ്പ്രെഡ് ചെയ്യാണ്. ഇതിന് മുകളിലായിട്ട് മല്ലിയില, പുതിനയില, നെയ്യ് ഇവയും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ മസാല വെക്കാണ്. ഇതിന് മുകളിലായിട്ട് റൈസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഐറ്റംസ് കൂടെ സ്പ്രെഡ് ചെയ്യണം. ഇനി മൂന്നാമത്തെ ലെയർ വെക്കാണ്. മൂന്നാമത്തെ ലെയർ ബീഫ് മസാല വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് റൈസ് സ്പ്രെഡ് ചെയ്യണം. 4 കിലോ റൈസ് കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഏറ്റവും അവസാനത്തെ ലെയറും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ അടച്ചു വെച്ച് ദം ചെയ്തെടുക്കുകയാണ്. കനലിൽ വെച്ചാണ് ദം ചെയ്യുന്നത്. ഞങ്ങൾ ഡെസേർട്ടായി സെർവ് ചെയ്യുന്നത് സേമിയ പായസമാണ്. പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പായസത്തിന്റെ അവസാനത്തെ പ്രോസസ്സിലാണ്. കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട്സ്, റൈസൻസ് ഇവയെല്ലാം ചേർത്തിട്ടുണ്ട്. നല്ല കിടിലൻ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഈ ചിക്കൻ ഞങ്ങൾ കളറൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ മുളകിന്റെ കളർ മാത്രമേ ഉള്ളൂ.
അല്ലാതെ ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല. അവസാനമായിട്ട് പപ്പടം കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണിയെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഫുഡ് സെർവ് ചെയ്യുന്ന സമയമാണിത്. ലഞ്ചിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഇത്രയും നേരം. ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലോട്ടാണ് ഇനി പോകുന്നത്. എൻ്റെ വീട്ടിലോട്ട് ആര്യമ്പാവിൽ നിന്ന് 20 കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്യണം. എൻ്റെ സിസ്റ്ററും അവരുടെ കുട്ടികളും എല്ലാം എത്തിയിട്ടുണ്ട് അവിടെ. ഹായ് മോൾട്ടിയെ, മഞ്ജുസേ. ഹായ്, എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഇത് മുബാറക്ക്. ഇതിന്റെ പുതിയ ഡ്രസ്സാണ്. ഇത് എന്റെ ഉമ്മച്ചൊക്കെ വാങ്ങി തന്നതാണ്. എല്ലാവരും ഞങ്ങളെ അമ്മേന്റെ അടുക്ക പോകണേ. ഞങ്ങള് എൻ്റെ അമ്മായിയുടെ വീട്ടിലോട്ട് പോവാണ്. എൻ്റെ വാപ്പയുടെ സിസ്റ്ററിന്റെ വീട്ടിലോട്ടാണ്. ഞാനും എൻ്റെ സിസ്റ്ററും അവരുടെ കുട്ടികളും പിന്നെ ബ്രദറും ഉമ്മയും എല്ലാം കൂടെ കൂടിയിട്ടാണ് പോകുന്നത്. നമുക്ക് മോൾട്ടിയുടെ ഒരു ആംഗ്യപ്പാട്ട് കാണാം. സ്കൂളിൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പഠിച്ചതാണ്. പ്രളയമൊക്കെ ആയതുകൊണ്ട് പ്രോഗ്രാം മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാനൊരു പാട്ട് പാടാം. കിയാങ്കിയാങ്കുരുവിന കിയാങ്കിയാങ്കോ, കിയാങ്കിയാങ്കുരുവിന കിയാങ്കിയാങ്കോ, നെല്ലിമരമേ നെല്ലിമരമേ കുഞ്ഞിക്കുരുവിക്ക് വർഷക്കാൽ കൂടുകൂട്ട ഇടം തരുമോ നീ? ഞാൻ തരില്ല കുഞ്ഞിക്കുരുവിക്ക് വർഷക്കാലത്ത് കൂട്ട ഇടം തരില്ല ഞാൻ. കിയ കിയ കുരുവിന കിയ കിയ കോ, കിയ കിയ കുരുവിന കിയ കിയ കോ, തേക്കുമരം തേക്കുമരം കുഞ്ഞിക്കുരുവിക്ക് വർഷകാലത്ത് കൂടുകൂട്ട ഇടം തരുമോ നീ? ഞാൻ തരില്ല കുഞ്ഞിക്കുരുവിക്ക് വർഷകാലത്ത് കൂടുകൂട്ട ഇടം തരില്ല ഞാൻ. കിയ കിയ കുരുവിന കിയ കിയ കോ, കിയ കിയ കുരുവിന കിയ കിയ കോ, പ്ലാവ് മരം കുഞ്ഞിക്കുരുവിക്ക് വർഷകാലത്ത് കൂടുകൂട്ട ഇടം തരുമോ നീ? ഞാൻ തരില്ല കുഞ്ഞിക്കുരുവിക്ക് വർഷകാലത്ത് കൂടുകൂട്ട ഇടം തരില്ല ഞാൻ. കിയ കിയ കുരുവിന കിയ കിയ കോ, കിയ കിയ കുരുവിന കിയ കിയ കോ, വാഴച്ചെടി കുഞ്ഞിക്കുരുവിക്ക് വർഷകാലത്ത് കൂടുകൂട്ട ഇടം തരുമോ നീ? ഞാൻ തരാല കുഞ്ഞിക്കുരുവിക്ക് വർഷകാലത്ത് കൂടുകൂട്ട ഇടം തരാല ഞാൻ. കാറ്റും വന്ന് ഇടിയും വെട്ടി മഴയും പെയ്തല്ലോ, അയ്യോ പാവം നെല്ലിമരം മറിഞ്ഞു വീണല്ലോ. കാറ്റും വെട്ടി ഇടിയും വെട്ടി മഴയും പെയ്തല്ലോ, അയ്യോ പാവം തേക്കുമരം മറിഞ്ഞു വീണല്ലോ. കാറ്റും വന്ന് ഇടിയും വെട്ടി മഴയും പെയ്തല്ലോ, അയ്യോ പാവം പ്ലാവ് മറിഞ്ഞു വീണല്ലോ. കാറ്റും പോയി ഇടിയുമ്പോൾ മഴയും പോയല്ലോ, സ്നേഹമുള്ള വാഴച്ചെടി ദൈവം കാത്തല്ലോ, സ്നേഹമുള്ള വാഴച്ചെടി ദൈവം കാത്തല്ലോ. ഗുഡ് ഗേൾ. ഇവിടെ നല്ലൊരു ഗാർഡൻ ഉണ്ട്. അതുപോലെ നല്ല പച്ചക്കറിത്തോട്ടമുണ്ട്.
കാറ്റെടുത്താ താത്തൂന്. ടാറ്റ ബൈ ബൈ സീ യു. അമ്മായിയുടെ വീട്ടില് വിസിറ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനി വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. നല്ല മഴ വരുന്നുണ്ട്. വീട്ടിൽ നല്ല അടിപൊളി ബീഫ് ബിരിയാണി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഉമ്മയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ്. കുറച്ച് ഗ്രേവിയോട് കൂടിയ ബീഫ് മസാലയിൽ ദം ചെയ്തെടുത്തിട്ടുള്ള ബിരിയാണി. നല്ല ടേസ്റ്റ് ആണ്. എൻ്റെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി വീഡിയോസും റെസിപ്പികളും വ്ളോഗ്സും എല്ലാമായി നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.